എന്തൊക്കെയായിരുന്നു പുകില്? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു, പിറ്റേ ദിവസം പിണറായിയുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു, റെയ്ഡിന് പിന്നിൽ മുഖ്യമന്ത്രി വി സതീശനാണെന്ന് പറയുന്നു. ഇന്ന് വേണ്ട, ഇനി മാധ്യമപ്രവർത്തകരും മാധ്യമ ലോകവും ചാനലുകളും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ജനങ്ങളും പ്രതിപക്ഷവും എതിർകക്ഷിയും ഭരണപക്ഷവും എല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ ആ 2 ദിവസം ആഘോഷിച്ചു. അപ്പോൾ ഈ ആഘോഷങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടാലോ. ആദ്യമായി ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടന്നത്. അത് സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സാമ്പത്തികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച്, ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്ത് മറ്റു പരിപാടികൾ കൂടി പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് ഈ സർക്കാർ തുടക്കം കുറിക്കും. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാക്കും. കാരണം ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ ഏവിയേഷൻ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏവിയേഷൻ ഹബ്ബാക്കി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ 10,000 MSMEകൾക്ക്, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ പലതരത്തിലുള്ള സഹായം നൽകും. അതെല്ലാം ബജറ്റിൽ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയെ ഉണർത്താനുള്ള പദ്ധതികൾ ഉണ്ടാവും. സഹകരണ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുക, അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും പുതിയ അറിവുകളെ മുഴുവൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം, നമ്മുടെ സർവകലാശാലകളെ, സ്ഥാപനങ്ങളെ എല്ലാം വലിയ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും ആയിരിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്, സുസ്ഥിര വികസന മാതൃകയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ താല്പര്യം. നമ്മൾ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും. തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകും. മലയോര കർഷകരുടെ വിഷമങ്ങൾ, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആധുനികവും പഴയ നിലനിൽക്കുന്നതുമായ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാകും. പൊതുജനാരോഗ്യം, അതുപോലെ ക്യാൻസർ കെയർ, മാതൃശിശു ആരോഗ്യം, വയോജനങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടെ പൊതുജന ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രത്യേകമായ പരിഗണന കൊടുക്കും. വ്യവസായങ്ങളെ ആകർഷിക്കാനുള്ള ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉപാധിരഹിത പട്ടയങ്ങൾ
എവിടെയെല്ലാം കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കും. പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങൾ മാറ്റാൻ ഉൾപ്പെടെ ഉള്ള ഭൂനിയമങ്ങൾ, കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അതിലാവശ്യമായ ഭേദഗതികൾ വരുത്തും. ദളിത് പ്രശ്നങ്ങൾ, SC/ST പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കുട്ടികളുടെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഗ്രാൻഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളുള്ളത് നീക്കും. അവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾ, അവരുടെ ഭൂമി അവർക്ക് നൽകുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും. നമുക്ക് അപ്പോയിൻമെൻറ്റുകൾ നടക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ കൃത്യമായി പരിശോധിച്ച് ഈ SC/ST പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം, സീനിയർ സിറ്റിസൺസിന് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരാണിത്. അത് വളരെ മികച്ച രീതിയിൽ അത് ആവിഷ്കരിക്കും. ടൂറിസം രംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയി, ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഇതനുസരിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ബജറ്റ് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, അനൗചിത്യമാണ് അത് പറയാൻ. ഇതാണ് പദ്ധതി. തീർച്ചയായിട്ടും മുഖമുദ്ര എന്നാണ് മുഖ്യമന്ത്രി ശ്രീയുടെ പ്രതിപക്ഷാതം പറഞ്ഞത്. മാത്രമല്ല, അതിൻ്റെ അകത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പല പദ്ധതികളുടെയും തുടർച്ചയില്ല. കിഫ്ബി എന്ത് ചെയ്ത് പറഞ്ഞിട്ടില്ല, മിഷനുകൾ എന്ത് ചെയ്ത് പറഞ്ഞിട്ടില്ല, തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അല്ല, നയരാഹിത്യം അദ്ദേഹത്തിന് തോന്നാം. കാരണം അദ്ദേഹത്തിന്റെ നയമല്ല ഞങ്ങൾ നടപ്പാക്കുന്നത്. ഇത് പുതിയ ഗവൺമെന്റിന്റെ നയമാണ് നടപ്പാക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ നയമാണ്. സമീപനങ്ങളിലുള്ള മാറ്റം, വളരെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് സമീപനങ്ങളിൽ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ആ നയങ്ങൾ മാറ്റമുണ്ടാകും. ഗവൺമെന്റ് തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള പദ്ധതികൾ ഗവർണറുടെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം ഗവർണർ നടത്തുമ്പോൾ നേരത്തെയുള്ള പദ്ധതികൾ എടുത്തു പറഞ്ഞ് അത് തുടരും എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ കിഫ്ബിയെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയമിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ബോർഡ് യോഗം കൂടി പല അജണ്ടകളും മാറ്റിവെച്ചു. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു നയപരമായ തീരുമാനം അക്കാര്യത്തിൽ എടുത്തതിന് ശേഷം ഇപ്പോഴത്തെ കിഫ്ബിയുടെ അവസ്ഥയും അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായി പരിശോധിച്ച് വേണ്ട രീതിയിൽ കിഫ്ബിയെ കുറിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാം ഉണ്ടാവുമല്ലോ. ഇൻലാൻഡ് നാവിഗേഷൻ്റെ കാര്യത്തിലും നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഡ്രീം പ്രോജക്റ്റാണ്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ തുറമുഖ നഗരമാക്കി മാറ്റുമ്പോൾ ഇൻലാൻഡ് നാവിഗേഷനും പ്രധാനപ്പെട്ട വാട്ടർ വേസും നമ്മുടെ ഇന്ന് അദ്ദേഹം തന്നെ പ്രസംഗത്തിലുണ്ട്, നദികൾ, തടാകങ്ങൾ, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള, സംയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിയാണ് വരുന്നത്. അതല്ല, ബ്ലൂ എക്കോണമി വേറെയാണ്, വേറെ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇതല്ല, ഇത് അതിൻ്റെ അനുബന്ധമായി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും. കേരളത്തിൻ്റെ എക്സ്പോർട്ട് മെച്ചപ്പെടും. ഫിഷറി സെക്ടറിനെ രക്ഷിക്കാൻ പറ്റും. ഫിഷ് പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാവും. ടൂറിസം ഡെവലപ്പ് ചെയ്യും. 2ാം ഘട്ടവും 3ാം ഘട്ടവും ക്രൂയിസ് പാസഞ്ചേഴ്സാണ്. പാസഞ്ചേഴ്സ് യാത്ര ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ടാണ് ആളുകൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുന്നത്, വെസൽസിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഇവിടെ യാത്ര ചെയ്യാൻ പറ്റും. ഇന്റേണലായിട്ടും പറ്റും, പുറത്തേക്കുള്ളത് പറ്റും. അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും. ഞാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് 5 കാര്യങ്ങൾ. നല്ല ഫിനാൻസ് മാനേജ്മെന്റ് ഉണ്ടാവും. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പുനഃസംഘടിപ്പിക്കും. ഖജനാവിലെ ലീക്കേജ് തടയും. ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാവും.
ദേശീയ ഗീതം 2 സ്റ്റാൻസ മാത്രമേ ആലപിച്ചുള്ളൂ. അത് ഒരു പ്രോട്ടോകോളിന്റെ ലംഘനമാണ്. പിന്നെ അത് പോലീസ് ബാൻഡ് അല്ല, അത് വായിക്കേണ്ടിയിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് നമുക്കും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്, മുന്നണിയുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അത് ആ തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ചൊരു നിയമമൊന്നും പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല. ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. വീട്ടിലൊരു ED റെയ്ഡ് നടന്നിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളുടെ ബന്ധപ്പെട്ട ഒരു മാസപ്പടി കേസിലാണ് ഈ അന്വേഷണമെല്ലാം വന്നത്. അപ്പൊ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പലതവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ട് ഒരു പ്രതികരണം നടത്തിയില്ല. സർക്കാർ അറിയാതെയാണ് ഒരു പ്രതികരണം ആഭ്യന്തര മന്ത്രിയിൽ നിന്നുണ്ടായി. പക്ഷെ അവിടെ ഒരു വലിയ സുരക്ഷാ ലാപ്സും ഉണ്ടായി. കാരണം അന്ന് വാഹനങ്ങൾ അടിച്ചു തീർത്തു, ധാരാളം അക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നു. പക്ഷേ ഇത് ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ഒരു ഫെയിലിയർ ആയിട്ട് പലപ്പോഴും നോക്കുന്ന സംഭവം. ഇതെന്താണ് ഇതിനെ പറ്റിയുള്ള പ്രതികരണം? നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നു എന്നുള്ളതിലും കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പൊളിറ്റിക്കൽ നിലപാട് കേരളത്തിലും പിന്തുടരുന്നുണ്ടോ? ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാ ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യമായിട്ട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അതല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ. നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലല്ല, നിങ്ങള് ഇല്ല ഞാനിപ്പോ വന്നിരിക്കുമല്ലേ. ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെയാണ് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ. നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ട് പറയാൻ പാടില്ല. പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ട, ഞാൻ അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെന്റ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലും ഇല്ല. പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ?
ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവര്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണ് ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു, ഇല്ലേ? ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസെടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പൊ നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യുവനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങൾ അതിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണ്. ആദ്യത്തെ തമാശ 14 പ്രാവശ്യം റിക്കവറി നടത്താൻ പോയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസം റിക്കവറി എറണാകുളത്തെ ഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് സമരം ചെയ്യാൻ പോയ മന്ത്രിമാരുടേതായിരുന്നു ആദ്യത്തെ തമാശ. ഇത് കേർട്ടസി കോളാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേർട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാമോ? ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ?
നരേന്ദ്രമോദിയെ കണ്ടു. അങ്ങനെയൊന്നും അദ്ദേഹം പറയില്ല. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ എല്ലാവരും കാണും. പ്രധാനപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ഹോം മിനിസ്റ്ററെ കാണണം. കാരണം നാട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരുടെ അവരുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം പറഞ്ഞത് എൻ്റെ അറിവിൽ അങ്ങ് ചീഫ് സെക്രട്ടറിക്ക് ഒരു കുഴപ്പം ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇതുവരെയും 2 ദിവസം അവധിയല്ലായിരുന്നു. പിന്നെ ഒരു ഞായറാഴ്ച, ആകെ ഒരാഴ്ചയിൽ വന്നിട്ട് അതിനിടയിൽ ഒരു ഞായറാഴ്ച പോയി, പിന്നെ 2 ദിവസം അവധിയും പോയി. ഒന്ന് നിൽക്കട്ടെ, അതൊക്കെ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും. എന്നും അങ്ങനെ അനാവശ്യമായ കാലതാമസം ഒരു കാര്യത്തിലുണ്ടാവില്ല. അല്ലല്ല, അതൊക്കെ നമ്മളല്ലേ, ചീഫ് സെക്രട്ടറി അല്ലല്ലോ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുത്ത്. ചീഫ് സെക്രട്ടറി അല്ലല്ലോ, ഞങ്ങളെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഞങ്ങളല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് അദ്ദേഹം അടക്കമുള്ള ജോലി. അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വിവാദമായ ഈ കേസിൽ, സമാനമായ കേസിൽ മന്ത്രിസഭയിൽ 2 പേര് പണം വാങ്ങിയെന്നുള്ള പേര് അതിനകത്തുണ്ട്. അതിന്റെ വിവാദങ്ങളും പ്രതിപക്ഷം ഇത് അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLന്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജി കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയൻറ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയൻറ്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസിന്റെ ശരി. മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്. അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പൊ CPMന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാലോ. CPM ഈ വ്യക്തിയുടെ നിന്ന് CPM വാങ്ങിച്ചിട്ടുണ്ട് പണം. CPM നേതാക്കളൊക്കെ ആയിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഞാൻ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ? ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു, നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്, അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRL കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. ഞാൻ പറയല്ലോ, ആ റെയ്ഡ് നടത്തുന്ന കാര്യം ED ഗവൺമെന്റിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവർ കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചിട്ടാണ് അവർ ഈ റെയ്ഡ് നടത്തുന്നത്. മനസ്സിലായില്ലേ?
അവർക്ക് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ കേന്ദ്രസേനയ്ക്ക്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് പോലീസും കൂടി ചെന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പോലീസ് ചെന്നതുകൊണ്ടല്ലേ. പിന്നെ നടത്തി കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ അന്വേഷണം നടക്കുകയല്ലേ. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം കുറെ പ്രതികളെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള അന്വേഷണം നടക്കുമല്ലേ. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റവാളികളെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം. ഇത് കുറ്റകൃത്യമാണ്, വലിയ ഓഫൻസാണ് ചെയ്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. CPM അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പോലീസ് അതിൽ പങ്കെടുത്ത ആളുകൾ ഒരു പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറി അവിടെ അവർ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ഒക്കെ ചുമതലയുടെ ADGP ആ പാർട്ടി ഓഫീസിന് മുൻപിൽ പോയി നിന്ന് നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുകയും കൂടിയാലോചന നടത്തുകയും ചെയ്യുന്ന എന്ത് സന്ദേശം? ഞാൻ പറഞ്ഞുതരാം. ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് പെരുമാറണം. ആ പെരുമാറ്റമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സംഘർഷം വേറൊരു തലത്തിലേക്ക് വളരാതെ ഇപ്പൊ നടന്ന സംഘർഷത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ കർശന നടപടി, സ്ട്രിക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് പോലീസിന്, കേരള പോലീസ് വിചാരിച്ച ഏത് പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ പറ്റാത്തത്? ഇരച്ചു കയറാം. ആ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള ആളുകളെ കുറെ പേരെ തല്ലി, കുറെ പേര് തടയുമല്ലോ, അവർക്കിട്ടൊക്കെ നല്ല അടിയൊക്കെ കൊടുത്ത്, വേണമെങ്കിൽ വല്ല വൈരാഗ്യമുള്ളവന്റെ 2 കൂടുതൽ കൊടുത്ത് ഡെക്ക പോലീസിന് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളവരെ തൂക്കിയെടുത്തോണ്ട് പോരാ. അങ്ങനെയാണ് പോലീസ് ചെയ്യേണ്ടത്. ഞാൻ കരുതുന്നത് പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ അജിറ്റേറ്റഡായി കുറെ ആളുകൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇനി കേസ് അന്വേഷണം നടക്കല്ലേ, തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. കുറ്റകൃത്യം, താങ്കളുടെ ചോദ്യം കറക്റ്റാണ്, അത് കറക്റ്റാണ്. കുറ്റകൃത്യം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല, നടപടിയെടുക്കും. അല്ല, ഞാൻ പറഞ്ഞേ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആദ്യഘട്ടത്തിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത്, കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത്. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ പരിശോധിക്കാം. പോലീസ് അന്വേഷണത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അല്ല, ഞാൻ കരുതുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുകയല്ലേ ചെയ്തത് ആഭ്യന്തരമന്ത്രി TV-യിൽ കണ്ടിട്ടാണ് പോലീസിനെ വിട്ടത്. ഈ നയപ്രഖ്യാപനത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം ഈ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ അതിനെതിരെ ഒരു വരി പോലും ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശമില്ല. സാമ്പത്തികമായ പ്രതിസന്ധിയിൽ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ അവഗണന, അത് സംബന്ധിച്ച് ഒരു പരാമർശം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിച്ചത്. ഇത് സംസ്ഥാനത്ത് അധികാരത്തിലേറിയ ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ നയപ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങളിതിനെ കണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. തുടക്കത്തിൽ തന്നെ പറയേണ്ട ഒരു പുതിയുഗ സൃഷ്ടിക്കായിട്ടുള്ള തുടക്കമായിട്ടാണ്. മനസ്സിലായില്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? കേന്ദ്രത്തിനെ വിമർശിക്കേണ്ട ഘട്ടം, കേന്ദ്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ വിമർശിക്കാം. ആദ്യമേ വിമർശിക്കുന്നത് എന്തിനാ? ഞങ്ങൾ പറയട്ടെ, ഞങ്ങളിതെല്ലാം പരിശോധിക്കട്ടെ. കിട്ടാനുള്ള പണം എത്ര? ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കിട്ടാനുള്ള പണം എത്രയാണ് അവിടെ നിന്ന്? എന്തുകൊണ്ടാണ് അത് തരാത്തത്? ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫെയിലിയർ കൊണ്ടാണോ പണം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പണം തരാത്തത്? ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കുമ്പോൾ കുറെ കൂടി കൃത്യമായ പിക്ചർ കിട്ടും. സാമൂഹിക മാധ്യമങ്ങളിൽ ഇനി ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ സ്കൂളിലെ പ്രിൻസിപ്പൽ അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അപ്പൊ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ സമാന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു നയം തന്നെയാണ്. ഇത് കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നോ? നിങ്ങളിനി പറ, നടപടി എടുക്കണ്ടേ? KSRTCയിൽ ഒരു ജീവനക്കാരിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, എൻ്റെ നഗ്നനായ ഒരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTCയിൽ ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്.
ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷന്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പടം നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ പടം. ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിനെതിരെ നിങ്ങളൊരു മാധ്യമ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം ഇട്ടാലോ, അപ്പോഴും ഞാൻ നടപടി എടുപ്പിക്കും. ഇത്രയുള്ള എനിക്ക് മറുപടി. കണ്ടോൺമെന്റ് ഗേറ്റ് ഒന്നും അടച്ചിട്ടില്ല. കണ്ടോൺമെന്റിലെ ഗേറ്റ് ഒന്നും അടച്ചിട്ടില്ല. ഇനി വേറെ തമാശയും കൂടി വന്നു. ഈ സംഭവം ഈ ED റെയ്ഡ് നടന്നതോടുകൂടി ഞാൻ എൻ്റെ സെക്യൂരിറ്റി കൂട്ടി, കമാൻഡോകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വാർത്തയും ഞാൻ കണ്ടു. ഒരു വാർത്തത്തിൽ ഒരു സെക്യൂരിറ്റിയും കൂട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 40 വണ്ടിയിൽ നിന്ന് 3 വണ്ടിയിലേക്ക് മാറി. ആ വണ്ടിയായിട്ടാണ് ഞാൻ ഇന്നലെ മലപ്പുറത്തും പോയത്, കോഴിക്കോടും പോയത്. ഒരു വണ്ടി അഡീഷൻ ഉണ്ടായില്ല. ഏതോ ഒരു സ്ഥലത്തൊരു വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ്, ലോക്കൽ പോലീസിൻ്റെ ഒരു പൈലറ്റ് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ PSOയോട് പറഞ്ഞു, അതിപ്പോൾ തന്നെ വിട്ടേക്കാൻ പറഞ്ഞു. 4ാമത്തെ വണ്ടി വേണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ നുണകളാണ് പറഞ്ഞത്? എല്ലാ നുണകൾക്കും നമ്മൾ പറയാൻ പറ്റുമോ? എല്ലാ നുണകൾക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? പിന്നെ രാവിലേക്കൊന്ന് വീട്ടിലേക്ക് ഒന്ന് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് റെഡിയായി ഒന്ന് കുളിച്ചൊക്കെ ഇറങ്ങി, എന്നിട്ട് അവിടെ നിന്ന് പോയി അടുത്ത പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ നിൽക്കുകയാണ്. കേരള ഹൗസിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിലെത്തുമ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. എവിടെ? ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാൻ രാത്രി കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെയും ചോദ്യം ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററുകൾ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ ശരിക്കും? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാ. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ ശരി, ഇത്രയും മതി. ഇതൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന് പറയാനുള്ളത്. കേട്ട് ബോധ്യമായല്ലോ എന്ന് കരുതി ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതൊരു ചിന്ന ബ്രേക്ക്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ലക്ക്.